ഓക്കെ. അപ്പോൾ എന്താണ് ത്രോട്ടൊക്കെ ഏകദേശം 99% ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാം. ഏതായാലും ഞാൻ 2 പാർട്ട് അത്രയും സിവിയറായിട്ട് ത്രോട്ട് പിന്നെ ഇടയിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് അത് കാരണം ത്രോട്ടിനൊന്ന് റെസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് ആകെ മൊത്തം പണിയായി പോയിട്ട് അവസാനം മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അന്ന് വിട്ടുപോയൊരു കാര്യം നമുക്ക് ചെയ്യാം. ഇതിൽ വരാൻ സാധ്യത NCERT എക്സാമ്പിളും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം. നല്ലൊരു പാഠമാണ് ഇത്. ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ബേസാണ്. ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ +2 നിങ്ങൾക്ക് തുടയാനാവില്ല ഓർഗാനിക് കെമിസ്ട്രി തന്നെ. പേജ് നമ്പർ 265 പ്രോബ്ലം നമ്പർ 8.7 ചെയ്യുക. അത് എക്സാമിന് വരും. അത് ആക്ച്വലി ഒരു നെയിമിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. അതേപോലെ നമ്മൾ പേജ് നമ്പർ 268 പ്രോബ്ലം 8.9 ചെയ്യുക. അത് എക്സാമിന് വരും. നമ്മൾ പേജ് നമ്പർ 270 പ്രോബ്ലം 8.10 ചെയ്യുക. എക്സാമിന് വരും. 273 പ്രോബ്ലം 8.1, 8.2, 8.3 ചെയ്യുക. അതും എക്സാമിന് വരും. പിന്നെ നമ്മൾ പേജ് നമ്പർ 275 പ്രോബ്ലം ഇത് 8.15 ചെയ്യുക. എക്സാമിന് വരും. ഞാൻ 2095 പബ്ലിക് ഞാൻ വെറുതെ അല്ലേ എഴുതിയത്, കാരണം എനിക്ക് അറിയാം ഏത് ക്വസ്റ്റ്യൻസ് വരും ഏത് ക്വസ്റ്റ്യൻസ് വരില്ല എന്നുള്ളത്. 276 8.17 ചെയ്യുക. പ്രോബ്ലം അതെല്ലാം വരും. പേജ് നമ്പർ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. പേജ് നമ്പർ 278 പ്രോബ്ലം 8.19 ചെയ്യുക. അതും എക്സാമിന് വരും. ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? തീർന്ന് പണ്ടാരടിയിൽ പോയാ ഇല്ല, കഴിഞ്ഞിട്ടില്ല. പേജ് നമ്പർ 287 പ്രോബ്ലം 8.1 ചെയ്യുക. എക്സാമിന് വരും. നമ്മളെ പേജ് നമ്പർ 289 8.23 ചെയ്യുക. എൻ്റെ മോനെ എത്ര പ്രോബ്ലംസാണ്. പിന്നെ പാഠം കഴിഞ്ഞ് പോവും. ഇത്ര കാര്യം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് ഈ പാടത്തിന് NCERT ടെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ബ്ലാക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇനി ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. ഞാൻ കുറച്ച് ആദ്യം തുടക്കത്തിൽ വിട്ടുപോയ കുറച്ച് ബോണ്ട് ലൈനിൻ്റെയും നെയിമിങ്ങെല്ലാം വെച്ചിട്ട്, നെയിമിങ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ കൂടിയാണ്. ഫോർ യുവർ റിമൈൻഡർ നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ബോണ്ട് ലൈൻ ഫോർമുലാസ് ഫോർ ഏതെല്ലാം വേണം നമുക്ക്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, ഓക്കെ. 2,3 ഡൈബ്യൂട്ടനാൽ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ ഹെപ്റ്റാൻ 4 ആണ്. ഇതൊരു ആൽക്കഹോൾ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ആൾ എന്ന് പറയുമ്പോൾ ഒരു ആൽഡിഹൈഡ് ഉണ്ട്, ഓൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കീറ്റോൺ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ IUPAC നെയിം വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബോണ്ട് ലൈനെല്ലാം എങ്ങനെയാണ്, ഒരു സിഗ്സാഗ് ആയിരിക്കും. ഇങ്ങനെ സിഗ്സാഗ് ആയിരിക്കുന്ന ലൈനെയാണ് നമ്മൾ ഏത് പറയുന്നത്. അപ്പോൾ ഈ ടെർമിനലായിട്ട് കാണിക്കുന്ന കാർബണാണ് CH3 എന്ന് പറയും. അതിന് ശേഷം വരുന്നതാണ് CH2. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡബിൾ ബോണ്ട് എന്ന് പറയും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രിപ്പിൾ ബോണ്ട്. അതേപോലെ അപ്പോൾ ഇതെന്തായിരിക്കും CH3 CH2 ഇതുപോട്ടെ ഇങ്ങനെ വരക്കുക. അപ്പോൾ ഇത് CH3 CH2 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 ഇത് CH3. ടെർമിനൽ കാർബൺസ് ഓഫ് എ ബോണ്ട് ലൈൻ ആർ CH3. അതിന് നടുക്ക് വരുന്ന എല്ലാം എന്തായിരിക്കും, അതിൻ്റെ ഇടയിൽ വരുന്നതെല്ലാം CH2 ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു CL ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് CH2 ഇത് CH3 CH2 ഇവിടെ CH പിന്നെ താഴോട്ട് CL ഉണ്ട്, അല്ലെങ്കിൽ ഒരു OH അല്ലെങ്കിൽ CHO അങ്ങനെ എന്ത് വേണ്ടിക്കലുണ്ട്. പിന്നെ ഇത് CH2 CH3. നമുക്ക് ഈ നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റൻസ് എല്ലാം ചെയ്ത് നോക്കാം. ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കോമൺ നെയിമാണ്. ആക്ച്വലി ഇതിൻ്റെ IUPAC നെയിം അതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണ് പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതായത് 1 2 3, അതായത് 2 സെക്കൻഡ് പൊസിഷനിൽ 2 ഹൈഡ്രോക്സി ഇതെന്ന സാധനം പ്രൊപ്പൈൻ. 2 ഹൈഡ്രോക്സി പ്രൊപ്പൈനെ പറയുന്ന വേറൊരു കോമൺ നെയിമാണ് ഈ പറഞ്ഞത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നുള്ളത്. ഐസോപ്രോപ്പൈൽ 2 ഹൈഡ്രോക്സി ഇത് പെൻറ്റൈൻ അല്ല, പ്രൊപ്പൈൻ. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പേര് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ എഴുതുക. നമ്മൾ നോർമലി എഴുതുന്ന കംപ്ലീറ്റ് സ്ട്രക്ചർ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കണ്ടൻസ്ഡ് ആയിട്ടില്ല, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ എഴുതുക. CH3 CH ആ ഒരു രീതിക്ക് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ഇത് CH3 എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു അറ്റമാണ്. ഇത് ഒരു അറ്റം CH3. ഞാൻ ജസ്റ്റ് ഡോട്ട് ഇട്ടതാണ്. പിന്നെ ഇവിടെ ഒരു CH ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ച്, എന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു OH ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു OH, ഇവിടെ ഒരു CH3. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇവിടെ ഞാൻ ഡോട്ട് അവസാനിപ്പിച്ച് CH3 CH OH പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു CH3. ഇതായിരിക്കും ഇതിൻ്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നുള്ളത് ഇതാണ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നുള്ള സാധനം മനസ്സിൽ കാത്താണ്, എന്നാലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വിട്ടു. ഇതെന്നാലും കുറച്ചും കൂടി എളുപ്പമില്ല പോലെ വന്നിട്ടുണ്ട്. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഇതെന്തായാലും ബ്യൂട്ടാണ്. അപ്പോൾ 4 കാർബൺ ഉണ്ട് എന്ന് മനസ്സിലായി. ഏത് കൂട്ടിയിട്ട് ഈ പറയുന്ന ആൽഡിഹൈഡ്, കാരണം ആൽഡിഹൈഡിൽ കാർബൺ ഉണ്ട്. അപ്പോൾ ആ കാർബൺ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതും കൂട്ടിയിട്ട് 4 കാർബൺ ഉണ്ട് എന്ന് മനസ്സിലായി.
അപ്പോൾ എന്താ ഫസ്റ്റ് പ്രയോറിറ്റി പ്രകാരം എന്താണ്, കാരണം ഇവിടെ ആൽഡിഹൈഡ് ഇല്ലോണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ട്, CH3 ഗ്രൂപ്പ് ഉണ്ട്, കണ്ട സെക്കൻഡ് പൊസിഷൻ. പിന്നെ തേർഡ് പൊസിഷനിൽ എന്തുണ്ട്, ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. പിന്നെന്താ, പിന്നെ നാലാമത്തെ കാർബൺ, ഇത് തേർഡ് പൊസിഷന്, ഇത് സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക 1 2 3 4. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇത് CH3 എന്ന് പറയുമ്പോൾ ഞാനൊരു ഡോട്ട് വരച്ച്, പിന്നെ എന്താ ഇവിടെ CH, ഞാനപ്പോൾ ഇങ്ങോട്ടേക്ക് വരച്ച് ഇവിടെ ഒരു CH3 മുകളിൽ കാണും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു ഡോട്ട് ഇങ്ങനെ വരക്കുക. അല്ല, ഡോട്ട് വരക്കണമെന്നില്ല, എന്താ ഞാൻ പിന്നെ നിങ്ങളെ മനസ്സിൽ വേണ്ടിയിട്ട് അതിങ്ങനെ വരക്കത്, ഒരു ഡോട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ വരക്കാം. പിന്നെ എന്താ, പിന്നെയും ഒരു CH. അപ്പോൾ എന്താ, ഇത് ഇങ്ങനെ താഴെ, കാരണം നമ്മൾ ഈ സിഗ്സാഗ് ആയിട്ട്, അത് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന സാധനത്തിനാണ് ബോണ്ട് ലൈൻ എന്ന് പറയുന്നത്. ആ സിഗ്സാഗ് ആയിട്ട് പരമാവധി വരക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. ഇങ്ങനെയല്ല ലൈൻ വരച്ച് ഞാൻ ഇത് എന്നാ മനസ്സിലാക്കണ്ടേ, അതിൻ്റെ പകരം നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ കുറച്ചും കൂടി സാധനം മനസ്സിലാവും. അപ്പോൾ എന്താ, CH3 പിന്നെ ഒരു CH3, പിന്നെ ഇവിടെ എന്താ ഞാൻ കാണുന്നത്, ഇവിടെ പോയി ഇവിടെ ഒരു CH ഉണ്ട്. അപ്പോൾ എന്താ, ഈ CHൻ്റെ ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ താഴോട്ടേക്ക് കാണിച്ച് ഒരു ഡോട്ട്. അതേപോലെ എന്തുണ്ട് ഇവിടെ ഈ പറഞ്ഞ എന്തുണ്ട്, ഓക്കെ 4 3 തേർഡ് പൊസിഷനിൽ, പിന്നെ സെക്കൻഡ് പൊസിഷനിൽ, പിന്നെ എന്തുണ്ട്, ഈ ഫസ്റ്റ് പൊസിഷനിൽ എന്താ കാർബൺ ഉണ്ട്. കാർബണിൻ്റെ കൂടെ എന്തുണ്ട്, ഇവിടെ ഡബിൾ. ആക്ച്വലി നമ്മൾ ഈ CH എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ശരിക്കും ഫോർമുല ചെയ്ത ബോണ്ടെല്ലാം കാണിച്ചിട്ട് C ഡബിൾ ബോണ്ടോ H. ഇതിനെ ആക്ച്വലി ഈ C ഡബിൾ ബോണ്ടോനെ ആക്ച്വലി എന്താണ് ഈ പറഞ്ഞ കാർബോണൈൽ ഗ്രൂപ്പ് എന്ന് പറയും. നിങ്ങൾ അതിനെ പറ്റിയിട്ട് ആക്ച്വലി ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്സിൽ അതിനെ പറ്റിയിട്ട്, അതായത് +2 പഠിക്കുകയത് ജസ്റ്റെങ്കിലും ഞാനൊരു അറിവിന് വേണ്ടിയിട്ട് അറിയാം. ഈ C ഡബിൾ ബോണ്ടോൻ ആക്ച്വലി കാർബോണൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. കീറ്റോൺ ഉണ്ട്, മറ്റേ നമ്മൾ ആൽഡിഹൈഡ് ഉണ്ട്, ആസിഡ് ഉണ്ട്, ഇതെല്ലാം എന്താണ്, ഇതിനൊരു ചെറിയ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാർബോണൈൽ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ എന്താ, നമ്മൾ ഈ കാർബണിൻ്റെ ഇവിടെ എന്തുണ്ട്, രണ്ട് ബോണ്ട് ഉണ്ട്. അപ്പോൾ എന്താ, കാരണം ഡബിൾ ബോണ്ട്, പിന്നെ ഒരു ഓക്സിജന്, പിന്നെ എന്തുണ്ട്, ഇങ്ങനത്തെ വരച്ചിട്ട് ഒരു ഹൈഡ്രജൻ കൂടി എഴുതി. അല്ലെങ്കിൽ നമ്മൾ ഇതെന്ന് വിചാരിക്കും, ഇവിടെ ഒരു ഹൈഡ്രജൻ എഴുതിയിട്ടില്ലെങ്കിൽ അത് കുഴപ്പമോ, ഇവിടെ CH3 ഗ്രൂപ്പാണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്ക് തോന്നിപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, ആ Hനെ കൃത്യമായിട്ട് കാണിക്കേണ്ടിയിട്ട്, അതായത് CH3 ഇല്ലാത്ത വേറെ ഏത് ഗ്രൂപ്പ് വരുവാണെങ്കിലും Cl OH, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പകരം വരുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പറയുന്ന OH ആണ് OH, ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്, മറ്റേ Cl ആണ് Cl എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു അവസാനം വെച്ചിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ, ഇത് C ഡബിൾ ബോണ്ടോ CH3 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തല. ഐ മീൻ അതിനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ പേപ്പർ വാല്യൂറ്റ് ചെയ്യുന്ന ആൾ അങ്ങനെ കാണും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ തന്നെ പറഞ്ഞിട്ട് തന്നെ എഴുതുക തന്നെ വേണം. അപ്പോൾ എന്താ, ഇവിടെ C പിന്നെ ഡബിൾ ബോണ്ടോ പിന്നെ ഇവിടെ H. ആക്ച്വലി അങ്ങനെ ഈ ഫിഗർ വരക്കുന്നത് CH3 CH3 ഇവിടെ CH ഇവിടെ CH3, പിന്നെന്താ ഇവിടെ ഈ കാർബണ്, പിന്നെ എന്താ ഡബിൾ ബോണ്ടോ H. ഇങ്ങനെയാണ് ആക്ച്വലി ബോണ്ട് ലൈൻ പ്രകാരം ഇത് വരക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ വരക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, വേണ്ടിക്കൽ ഇതിങ്ങനെ തന്നെ എഴുതിയിട്ട് എന്താ, ഇവിടെ ഇതിങ്ങനെ ഒന്ന് എഴുതുന്നതിന് പകരം ജസ്റ്റ് ഇത് എടുത്തിട്ട് CH ഒന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. വേണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് ഇങ്ങനെയും കാണിക്കാം, വിഷയമില്ല കാര്യമൊന്നുമല്ല. അപ്പോൾ എന്താ, ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്തോട് ദിസ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു CH ഒന്ന്, അതായത് ഇങ്ങനെ കാണിക്കണോ, ഇതിങ്ങനെ വരച്ച് പിന്നെ ഒരു CHO, പിന്നെന്താ ഇത് ഇങ്ങനെ വരക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ എഴുതും. ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ എഴുതലില്ല, ഞാൻ ഇങ്ങനെയൊന്നും വരച്ചിട്ടൊന്നും എഴുതലൊന്നുമില്ല. പക്ഷേ അതിന് നല്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ലെവൽ എഴുതാം. പക്ഷേ തുടക്കത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ബോണ്ടെല്ലാം കൃത്യമായിട്ട് കാണിക്കണം. ഇവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെയും വേണ്ടിക്കൽ എഴുതാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് എന്താണ്, ഞാനെപ്പോഴും പഠിക്കുന്ന കാലത്ത് എന്താ ചെയ്യുക, ഇത് അതിൻ്റെ കറക്റ്റ് ആ ബോണ്ട്, അതായത് അപ്പോൾ ആ കോൺസെപ്റ്റ് അവിടെ മൈൻഡിൽ ഓക്കെയാണ്, ഇത് കാർബണൈൽ ഗ്രൂപ്പാണ്, C ഡബിൾ ബോണ്ടോ H, അങ്ങനെ തന്നെ ആ മൈൻഡ്സിലോട്ട് താറോ ആയിക്കോളും. അതുകൊണ്ട് എന്ത് ചെയ്യുക, തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഹെപ്റ്റാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 7 കാർബൺ ഉണ്ട്, 4 ഫോർത്ത് പൊസിഷനിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇങ്ങനെ വരച്ചിട്ട് എന്താ, ഒരു ഡബിൾ ബോണ്ട് വരച്ചിട്ട് ഒരു ഓക്സിജൻ എന്ന് പറയുന്നത്, കാരണം അതാണല്ലോ കീറ്റോൺ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ C ഡബിൾ ബോണ്ട് ഓനാണല്ലോ നമ്മൾ കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെ CO എന്ന് പറയുന്നത്. നമുക്ക് ഇതെല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കണ്ട് CH3, ഇത് വേറെ എവിടെയെങ്കിലും എഴുതുന്നതായിരിക്കും നല്ലത്. അതായത് CH3 ഹെപ്റ്റൻ ആണല്ലോ, അപ്പോൾ CH3 ഒരു കാർബണായി, അടുത്ത കാർബണ്, ഇപ്പോൾ സെക്കൻഡ് കാർബണ്, തേർഡ് കാർബണ്, ഫോർത്ത് കാർബണിൽ എന്തുണ്ട്, ഈ പറയുന്ന ഏത് വരുന്നുണ്ട്, നമ്മളെ കീറ്റോൺ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് ഞാനൊരു ഡബിൾ ബോണ്ട് ഇട്ടിട്ട് ഒരു ഓക്സിജൻ കാണിച്ചു. കാരണം അത് അപ്പോൾ ഇത് ഇപ്പോൾ എന്തായി മാറി, ഇതൊരു CO ഗ്രൂപ്പായി മാറി. ഇനി അടുത്ത 5th കാർബണ്, 6th കാർബണ്, 7th കാർബൺ, യെസ് ഇത് CH3. അപ്പോൾ എന്താ, CH3 CH2 C ഡബിൾ ബോണ്ടോ CH3 അതന്നെയാണല്ലോ അവരോട് എഴുതിയിരിക്കുന്നത്. CH3 നാലാമത്തെ പൊസിഷനിൽ കീറ്റോൺ ഗ്രൂപ്പ് CH2 അതിനെ ബോണ്ട് ലൈൻ അതിനാണല്ലോ അവർ എഴുതിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ട് കാണിച്ച് ഓക്സിജനായിട്ട്, പിന്നെ CH2 ഇത് CH3,
ഇത് CH3ൻ്റെ നടുക്കില്ല, അതെല്ലാം CH2. പിന്നെ ഇത് എന്താണ് C ഡബിൾ ബോണ്ട് എന്ന് പറയുന്ന കീറ്റോൺ ഗ്രൂപ്പ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതാണ് ഈ ബോണ്ട് ലൈൻ ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബോണ്ട് ലൈന് കറക്റ്റ് ഇതൊന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ. അപ്പോൾ എന്താ ഈ കോൺസെപ്റ്റ് മര്യാദയൊക്കെ പഠിക്കുകയെന്നില്ല, അല്ലാണ്ട് വെറുതെ കുറേ സ്ട്രക്ചർ ബൈഹാർട്ടാക്കിയിട്ട് പേര് ബൈഹാർട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇത് കറക്റ്റ് ലോജിക്ക് വെച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. അടുത്തത് IUPAC നിയമം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ടോപ്പിക്കാണ്. നമുക്കെല്ലാം നോക്കി നോക്കാം IUPAC നിയമം ഇവിടെ എങ്ങനെ എഴുതും. ഇവിടെ എന്തെല്ലോ ഇതൊരു ഫീനൈൽ റിങ്ങും പിന്നെ ഇവിടെ എന്തെല്ലോ സൈനൈഡ് ഗ്രൂപ്പിലും കാണുന്നുണ്ട്. നമുക്കെല്ലാം ചെയ്ത് നോക്കാം. എത്ര 2 ക്വസ്റ്റ്യൻസ് അല്ലല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ 6 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക, ഇതിപ്പോൾ എന്താ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, അതിൻ്റെ ഒപ്പരോ ഇങ്ങനെ ഒരു ബോണ്ട് ലൈൻ പോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ബോണ്ടുമായിട്ട് കണക്ട് ചെയ്ത് എന്താണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ CH2 ആയിരിക്കും, പിന്നെയും CH2. ഇത് എവിടെയാണ് അവസാനിക്കുന്നത് അതായിരിക്കും ആ ടെർമിനൽ ചെയിനായിരിക്കും. അപ്പോൾ എന്താ CH3 എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ എന്താ നിങ്ങൾ കാണുന്നില്ല, ഇത് എന്താ ഇവിടുന്ന് തുടങ്ങിയപ്പോൾ ഇത് CH2, അത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാ ഷെഡ് പോയി ഇവിടുന്ന് തുടങ്ങിയപ്പോൾ ഈ ലൈൻ അപ്പോൾ CH2, പിന്നെ ഇത് മുകളിലോട്ടേക്ക് പിന്നെ CH2, ഇതിവിടെ അവസാനിക്കുന്ന ഈ പോയിന്റിലാണ്. ഞാൻ എൻ്റെ നഖം കൊണ്ട് കാണിക്കുന്ന ഈ പോയിന്റിൽ അവസാനിക്കുന്നുണ്ട്, അതായത് ഈ പോയിന്റിൽ അവസാനിക്കുന്നുണ്ട്. ഇത് CH3 ആയി. അപ്പോൾ നമ്മൾ എന്താണ് ഇതെല്ലാം ബോണ്ട് ലൈനിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ബോണ്ട് ലൈനെ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് മാറ്റുന്നത് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. നിങ്ങൾ ഇവിടെ തന്നെ നമ്പറിങ് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങളോട് തെറ്റിപ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പരമാവധി ബോണ്ട് ലൈനെ മാറ്റിയിട്ട് നമ്മളെ നോർമലായിട്ട് ഇങ്ങനെയല്ലോ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പ്രൊപ്പൈൽ ബെൻസീന്. അപ്പോൾ എന്താണ് 1 ഇത് 1 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്താണ് ഒരു കോമൺ നെയിം ആയിട്ട് എഴുതാം. ഇത് ബെൻസീനാണ് സംബന്ധിച്ച്. ബെൻസീൻ്റെ നെയിമിങ്ങിൽ ബെൻസീൻ തന്നെ എൻ്റെ പേര്. ഇത് ആക്ച്വലി എന്താണ് ഈ ബെൻസീൻ ആക്ച്വലി ഒരു പ്രയോറിറ്റി ഇല്ല ഒരാളാണ്. ഇത് ഒരു ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു CH3, CH2 അല്ലെങ്കിൽ പിന്നെ പിന്നെ CH3. ഇത് ആക്ച്വലി എന്താണ് പിന്നെ ഇവിടെ ഒരു CH3. നമ്മൾ ഇതിനെന്താക്കി മെയിൻ ചെയിനാക്കി സെലക്ട് ചെയ്തത്. അതാണല്ലോ IUPACൻ്റെ ഫസ്റ്റ് റൂള്, സെലക്ട് ദ ലോങ്ങസ്റ്റ് എന്താണ് ചെയിൻ ഓഫ് കാർബൺസ്. അപ്പോൾ ഈ CH3 എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ്, ഒരു ഗ്രൂപ്പ് പോലെയാണ്. അയാൾ ഒരു അധിക പറ്റു പോലെയാണ്. ഇയാൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വന്ന ഒരു അതിഥി പോലെയാണ് ഈ പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ 1 2 3 എന്താണ് നമ്മളിപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇതിന് ഈ ഒരു കാർബൺ ഇല്ല CH3 നമ്മൾ മീതയിൽ എന്ന് പറയാം. CH2 CH3 ആയാലോ അതിനെ ഈതയിൽ എന്ന് പറയൂ. അപ്പോൾ ഒരു കാർബൺ കൂടി ചേർത്താൽ മതിയോ. അപ്പോൾ CH2 CH3. അപ്പോൾ അതിനെന്തായിരിക്കും പറയുക, നിങ്ങൾ ഇതേ ഓർഡറിലായിരിക്കും മീതയിൽ, ഈതയിൽ, അടുത്തെന്താ പ്രൊപ്പൈൽ. അപ്പോൾ പ്രൊപ്പൈൽ എന്താണ്, അപ്പോൾ പ്രൊപ്പൈൽ സാധനം എഴുതി കോമൺ നെയിം എഴുതിയാൽ മതി, പ്രൊപ്പൈൽ ബെൻസീന്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ഈ കോമ്പൗണ്ടാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വേണ്ടിയെങ്കിൽ ഇവിടെ തന്നെ നെയിമിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് എന്താണ് ആക്ച്വലി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലുണ്ട്. ആക്ച്വലി ഇതിനൊരു ടേബിൾ ഉണ്ട്. ഈ മറ്റേ കാർബോക്സിലിക് ആസിഡ് ഫസ്റ്റും പിന്നെ അതിൻ്റെ താഴെ പ്രയോറിറ്റി പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ SO3H എന്ന് പറയുന്നത് SO3 എന്ന് പറയുന്ന ഗ്രൂപ്പ്, സൾഫോണിക്കിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ പ്രയോറിറ്റി ഓർഡർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ നമുക്കറിയാം ഇത് ഒറ്റയൊന്ന് മാത്രമല്ല. പക്ഷേ ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ COOH ഉണ്ട്, അതേ കോമ്പൗണ്ടിൽ തന്നെ OH വേറെ ഏതോ സ്ഥലത്ത് NH ഉണ്ട്. അപ്പോൾ ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഡിഫറൻറ്റ് എന്ത് വരുന്നതാണെങ്കിൽ ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം, അവിടെ നമ്മൾ പ്രയോറിറ്റി ഓർഡർ പരിഗണിക്കണം. അപ്പോൾ ആ പ്രയോറിറ്റി ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ ടേബിൾ ഇവിടെ ഞാൻ എവിടെയും കാണുന്നൊന്നുമില്ല. നമുക്ക് എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് നോട്ട് തന്നിട്ടുണ്ടാവും, അത് കൃത്യമായിട്ട് പഠിക്കുക. അതിലാണ് ബൈഹാർട്ടാക്കിയിട്ടാണ് ബൈഹാർട്ടാക്കി കൃത്യമായിട്ട് പഠിക്കുക. അത് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഷോർട്ട് ട്രിക്കെല്ലാം വെച്ചിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് അത് മനസ്സിലാക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് മനസ്സിലായി ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്തായാലും ഇവിടെ ഒറ്റ ഒന്നിലാണ്, ഇതിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി, ഇത് സെക്കൻഡ് കാർബൺ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ഇത് 5 കാർബൺ ഇല്ലോണ്ട് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ഇതായിരിക്കും ഇങ്ങനെ വരുന്ന ഈ ചെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് മനസ്സിലായി ഇത് പെൻഡാൻ സംതിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ സിയാനോ ഗ്രൂപ്പ് ഉണ്ട്, അതായത് സിയാനോ എന്ന് പറയുന്ന സയനൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ ഈ തേർഡ് പൊസിഷനിൽ അതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ എന്തുണ്ട്, ഒരു മീതൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു CH3. ഇപ്പോൾ നമുക്ക് മനസ്സിലായി 3, നമുക്കിത് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. 3 മീതൈൽ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ 1 സിയാനോ. അപ്പോൾ 5 കാർബണിലുണ്ട് പെൻറ്റെയിന്. അപ്പോൾ നമ്മൾ എഴുതിയ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നല്ല നമുക്കെല്ലാം നോക്കി നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ എഴുതിയ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ നൈറ്റിൽ, അതായത് CN-ൻ്റെ ഈ സിയാനോൻ്റെ വേറൊരു പേരാണ്
നൈട്രിൽ എന്നതിനെ പറഞ്ഞു. നൈട്രിൽ ഗ്രൂപ്പ് എന്ന് ആക്ച്വലി എന്താണ് ഇതിൻ്റെ വിളിപ്പേര് എന്ന് പറയുന്നത് നൈട്രിൽ ഗ്രൂപ്പ്. അപ്പോൾ നൈട്രിൽ വെച്ചിട്ടായിരുന്നു നമ്മളതിനെ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ എഴുതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തിരുത്തുക എന്നുള്ളതാണ്. ഈ തേർഡ് പൊസിഷനിൽ മീതൽ അത് സമയിച്ചു, അത് അങ്ങനെ തന്നെ വരും. പിന്നെ പെൻഡാന് എന്ത് ചെയ്യുന്നത്, പെൻഡാൻ എഴുതിയിട്ട് പെൻഡെയിൻ എഴുതിയിട്ട് നൈട്രിൽ അങ്ങ് എഴുതണം. അതായത് പെൻഡാൻ എന്ന് എഴുതുന്നത് എന്ത് ചെയ്യണം, പെൻഡ് എയിന് ഈ വരണ സാധനം ഈ നമ്മൾ കട്ട് ചെയ്യരുത്. ഈ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് പ്ലസ് എന്താണ് നൈട്രിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ പെൻഡെയിൻ എന്ന് എഴുതിയിട്ട് എന്താണ് നൈട്രിൽ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ സാധനം ഒരുമിച്ചിട്ട് എഴുതുക. അപ്പോൾ എന്താ 3 മീതൽ പെൻഡെയിൻ നൈട്രിൽ, അതായിരിക്കും ആ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് സി നോക്കാം. സി പാർട്ട് എന്താ പറയുക, ഇത് ഞാൻ എന്തെങ്കിലും തെറ്റിക്കൊല്ലാന്ന് ഉറപ്പാണ്. അപ്പോൾ എന്താ എനിക്ക് ഭാഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാര്യം ചെയ്യുക, നമുക്കിത് ഏടുന്ന നമ്പറിങ് ഏതായാലും കുഴപ്പമില്ല. കാരണം എന്താ, പക്ഷേ അതിൻ്റെ കുഴപ്പമുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 1 2 3 4 5 6 ഇവിടെ ചിലപ്പോൾ അതായത് ലോവസ്റ്റ് ലൊക്കാൻഡ് റൂൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമുക്ക് ആ പേഴ്സ് എടുത്തൊക്കെ ഞാൻ ഇവിടുന്ന് നമ്പറിങ് ഏതെല്ലാം എന്താ സംഭവിക്കുക, 1 2 നിങ്ങളപ്പോൾ ശ്രദ്ധിച്ചോടെ. ഇത് ഈ പറയുന്ന സബ്സ്റ്റിൻ്റെ എവിടെയാണ് വരുന്നത്, സെക്കൻഡ് പൊസിഷനും 3 4 5 2 5. അതേപോലെ ഞാൻ വേറൊരു പോസിബിലിറ്റി എടുത്ത് 1 2 3 3 4 5 6 3 6. അപ്പോൾ എനിക്ക് 2 5 എന്ന് പറയുന്ന ഒരു പെയറുണ്ട്, 3 6 എന്ന് പറയുന്ന ഒരു പെയറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെയാണ് ലോവസ്റ്റ് ലോക്കാൻഡ് റൂൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യുവൻസിൻ്റെ പൊസിഷൻസിൻ്റെ എന്താണ് സം എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ 7 2 + 5 7, ഇത് 3 + 6 9. ഏതാണ് ഇതിൽ ചെറിയ വാല്യൂ, ആ സെറ്റ് ഓഫ് പെയർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 7 9 ഓബിയസ്ലി ഏത് ഒരാൾക്കും എന്താണ് കണ്ടാൽ മനസ്സിലായി 7 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ 2 5 സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഞാനപ്പോൾ ഇവിടെ നിന്നായിരിക്കണം നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നമ്പറിങ് തുടങ്ങരുത്. കാരണം എന്താ, കാരണം നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കിട്ടുകയാണ്, ലീസ്റ്റ് നമ്പറിങ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇത് 1st 2nd 3rd 4th 5th 6th 7th. അപ്പോൾ എന്താ 2 പൊസിഷനും പിന്നെ 5. അപ്പോൾ 2 5 എന്തുണ്ട്, മീതയിൽ മാത്രം എഴുതിയാൽ മതിയോ, പറ്റൂല. കാരണം എന്താ, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ CH3. അപ്പോൾ 2 CH3 വരുമ്പോൾ നമ്മൾ ഡൈ വെക്കണം. അപ്പോൾ എന്താ ഡൈ മീതയിൽ. ഇതെത്ര കാർബണാണ് ടോട്ടൽ, 7 കാർബൺ. അപ്പോൾ എന്താ ഹെപ്റ്റെയിൻ. അപ്പോൾ ഞാൻ ആ ആൻസർ നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് ഞാൻ തന്നെ സ്വയം ആൻസർ എഴുതിയാണ്. അപ്പോൾ എന്താ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, 2 5 ഡൈ മീതൈൽ ഹെപ്റ്റെയിൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എന്താണ്, ഇതും കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, പ്രശ്നമില്ല, നമുക്ക് ചെയ്യാം. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു ട്രിക്കി പാർട്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് CL ഉണ്ട് BR ഉണ്ട്, 2 ഹാലജൻ. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിൽ ഓക്കെ സമ്മതിച്ച് ഒരേ കാർബൺ തന്നെ രണ്ടാളും വരുന്നത്. ഇവിടെ ഒരു കാർബൺ ഉണ്ടെങ്കിൽ ഈ കാർബൺ തന്നെ രണ്ടാളും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇതിൽ ആർക്കാണ് ആൽഫബറ്റിൽ ആരാണ് മുന്നിൽ എഴുതുക അയാളെ വന്ന് എഴുതുന്നത്. അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് 1st 2nd 3rd ഇവിടുന്ന് നോക്കിയാലോ 1 2 3 4 5ാമത്തെ പൊസിഷൻ. അപ്പോൾ ഇത് നമ്പർ ചെയ്താൽ ശരിയാവില്ല. 1 2 ഈ 3ാമത്തെ പൊസിഷൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്പറിങ് കൊടുക്കും 1 2 3 4 5 6. എനിക്ക് തോന്നുന്നു ഇതൊരു ഹെപ്റ്റെയിൻ ഗ്രൂപ്പാണ്. ഇനി അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും 3rd പൊസിഷനിൽ CL ഉണ്ട്, 3rd പൊസിഷനിൽ BR ഉണ്ട്. അപ്പോൾ എന്തായാലും 3 ക്ലോറോ 3 ബ്രോമോ തന്നെ പറഞ്ഞിട്ട് എഴുതണോ. ഇതിൽ പക്ഷേ ആരാദ്യം വരും ആൽഫബറ്റിക് ഓർഡർ പ്രകാരം. അപ്പോൾ അതായത് ക്ലോറിനിലെ C, ബ്രോമിനിലെ B, ABCD. അപ്പോൾ മനസ്സിലായി B ആണ് ആദ്യം വരിക, പിന്നെന്താ എന്നിട്ടാ C, ABCD. അപ്പോൾ AB കഴിഞ്ഞിട്ടാണ് C. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ എഴുതും 3 ബ്രോമോ ഫസ്റ്റ്, കാരണം ആൽഫബറ്റിക് ഓർഡർ പ്രകാരം. പിന്നെന്താ ആൽഫബറ്റിക്കൽ ഓർഡറിൽ കുറച്ച് അങ്ങോട്ട് വരുന്ന ആളാണ്, കുറച്ച് അങ്ങോട്ടല്ലേ ബ്രോമിൻ കഴിഞ്ഞിട്ടല്ല B കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് C. അപ്പോൾ എന്താ 3 ക്ലോറോ. അപ്പോൾ ഇതെന്ന സാധനം ഹെപ്റ്റെയിൻ. അപ്പോൾ ഞാൻ ആൻസർ നോക്കിയിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം രീതിക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ എന്താ 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെവിടെയും കണ്ടു പരിചയമുണ്ട്. ഇത് കഴിഞ്ഞ നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നല്ലോ, C ഡബിൾ ബോണ്ടോ H. ദിസ് ഇസ് ആക്ച്വലി CHO. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് CH3 CH2 CH2 CHO ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും തരുമൊന്നുമില്ല. ഇങ്ങനെ വേണ്ടിയെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം. ഇതെന്താ സാധനം, ഇതെല്ലാം നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കണം. നിങ്ങൾ ആരും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നാളെന്ന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. അവർ എന്തും ചെയ്യാം അവർക്ക്. എന്താണ് നിങ്ങളായിട്ട് നിങ്ങളെ വെറുതെ ഇങ്ങനെ തീപന്ത് വലിങ്ങനെ ഇങ്ങനെ തട്ടിക്കളിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തോളാം, ഏത് സാഹചര്യം നേരിടാൻ വേണ്ടി തയ്യാറായിക്കോളാം. എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു കാർബൺ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു H കാണുന്നുണ്ട്, പിന്നെ ഒരു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു എന്താണ് ആൽഡിഹൈഡിക് ഗ്രൂപ്പാണ്. അപ്പോൾ എന്താണ് ക്ലോറിന്, അതായത് അപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇയാൾക്ക് തന്നെ പ്രയോറിറ്റി കൂടുതൽ. ഹാലജൻസിലല്ല ആ പ്രയോറിറ്റി ഓർഡറിൽ ലാസ്റ്റ് വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താ ഇതിനെന്തായാലും ഫസ്റ്റ് കൊടുത്ത്, പിന്നെ ഇത് സെക്കൻഡ്, ഇത് തേർഡ്, അപ്പോൾ തേർഡ്
പിന്നെ തേർഡ് പൊസിഷനിലാണ് ഈ കാർബൺ വരുന്നത്. ഇതെന്താ ഇപ്പോൾ ഇതെന്താണ് ഈ സി എന്ന് പറയുന്നത് എന്താണ് കാർബണിൻ്റെ ആ സി അല്ല, ഇത് ക്ലോറിൻ്റെ സി ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഇതിൽ കൂട്ടുവരും. അപ്പോൾ ഇതപ്പോൾ ഇവിടെ 4 എന്നങ്ങ് എഴുതി കൊടുക്കരുത്, ഇത് 3 അവസാനിച്ച്. അപ്പോൾ ഇതെന്തായാലും പ്രൊപ്പാൻ്റെ എന്തോ സാധനമെന്ന് മനസ്സിലായി. നമ്മളെ പ്രൊപ്പൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സാധനമാണ്. അപ്പോൾ ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ 3 ക്ലോറോ. അപ്പോൾ എന്താ ഇത് സബ്സ്റ്റിറ്റ്യൂന്റ്. അപ്പോൾ 3 ക്ലോറോ 3 ക്ലോറോ എന്നാണ് പ്രൊപ്പാൻ. ഇത് 3 ക്ലോറോ ഞാൻ പറഞ്ഞുതരാം. പ്രൊപ്പാൻ എന്ന് എഴുതുക. എന്നിട്ട് പ്രൊപ്പാൻ ഫസ്റ്റ് പൊസിഷനിലല്ല ആൽഡിഹൈഡ് ഗ്രൂപ്പിലത്. ഇപ്പോൾ 1 ആള്. കാരണം ഞാനിതിന് ഈ 1 എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കായിട്ട് എഴുതുന്ന ചില കോമ്പൗണ്ടിലല്ലോ സെക്കൻഡ് പൊസിഷനിൽ തേർഡ് പൊസിഷനിൽ വരും. അപ്പോൾ നിങ്ങൾ 3 ആളിന് എഴുതേണ്ടി വരും, 2 ആളിന് എഴുതേണ്ടി വരും, 2 ഹൈഡ്രോക്സി, 2 ഓൺ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എഴുതുമ്പോൾ എന്താണ് അത് നിങ്ങൾക്ക് ഇത് എന്താണ് എനിക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പ്രൊപ്പനാൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പക്ഷേ ഞാൻ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങൾ ഏതിലായാലും പൊസിഷൻ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുക. അതാണ് ആക്ച്വലി UPSC നെയിമിങ്ങിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും കറക്റ്റ് ഞാൻ എൻ്റെ നമ്പർ എത്ര എന്താണ് എളുപ്പം തോന്നുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ഐ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഐ ഹാവ് ഗിവൺ ദ നമ്പർ കറക്റ്റ്ലി. പ്രൊപ്പാൻ ആണെങ്കിൽ ഏത് പൊസിഷനിലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ എന്താ പ്രൊപ്പനാൽ എന്ന് എഴുതുക അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 അത് നിങ്ങളെ ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ പറയാം പ്രിഫറബിളി അതിൻ്റെ പൊസിഷൻ കൂടി സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് അത് ആ പറയുന്ന കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. നെയിമിങ്ങിൽ ഞാൻ അങ്ങനെ പഠിക്കല്. ഐ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദി നമ്പർ ഇസ് റിട്ടൺ പ്രോപ്പർലി. ഫസ്റ്റ് നമ്പറാണ് ഫസ്റ്റ് നമ്പർ. ആ ഫസ്റ്റ് പൊസിഷൻ പോലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഇതെവിടെ ഈ 6ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു ആൽക്കോളാണെന്ന് മനസ്സിലായി. CH2. അപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ സെക്കൻഡ് പിന്നെ എന്തുണ്ട് ഇവിടെ Cl2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇത് ഇവിടെ ക്ലോറോ എന്ന് മാറ്റി എഴുതിയാൽ പറ്റൂല. കാണിച്ചാൽ അതിൻ്റെ ഫിഗർ വരക്കുന്ന സമയത്ത് CH എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതിയത്. എളുപ്പി CH അല്ല, ഒരു മിനിറ്റ്. പക്ഷേ എന്താ ഒരു ഫിഗർ കാണാത്ത CH. അതായത് CH എന്ന് എഴുതിയിട്ട് 2 ക്ലോറിൻ ഉണ്ട്, Cl2 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെയും 2 ക്ലോറിൻ. അതായത് ഈ Cl ചേർത്തിട്ട് Cl2 ആയി മാറി. CH2 എന്നുണ്ട്, OH ഉണ്ട്. അപ്പോൾ എന്താ അപ്പോൾ ഇത് ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സെക്കൻഡ് പൊസിഷനിൽ നിന്ന് 2 ആൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ 2 രണ്ടെണ്ണയിലോണ്ട് ഡൈമീഥൈൽ. പിന്നെന്താണ് ഇത് ഇപ്പം ഇത് 2 എണ്ണയിലോണ്ട് എത്തനോൾ. അപ്പോൾ എന്താ നിങ്ങൾക്ക് എത്തനോൾ എന്ന് എഴുതാം അല്ലെങ്കിൽ എത്താൻ 1 അത് അതിനെ തോന്നി ഇവരോട് എഴുതിയിട്ടില്ലത്. എന്താണ് 2 ഡൈക്ലോറോ എത്തനോൾ എന്ന് ആ ഫസ്റ്റ് പൊസിഷൻ സ്പെസിഫൈ ചെയ്യണമെന്നില്ല. പക്ഷേങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് വേണ്ടിക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലേ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും മറന്നോ പോലെ സാധനം. 2 ഡൈക്ലോറോ എത്തനോൾ അല്ലെങ്കിൽ എത്താൻ 1 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും UPSCൻ്റെ സെക്ഷൻ ഞാനിവിടെ തീർത്തിട്ടുണ്ട്. UPSCൻ്റെ എന്താണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഓരോ ഇതിൻ്റെ നെയിമിങ് എങ്ങനെ ചെയ്യുന്നതിൽ ബേസിക്സ് ഇതിൽ പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഓൾറെഡി പ്ലസ് 2 ഇല്ല സമയത്ത്, ഞാനിപ്പോൾ പ്ലസ് 2 കഴിഞ്ഞ് പ്ലസ് 2 ഇല്ല സമയത്ത് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് UPSC നോമൻക്ലേച്ചർ എൻ്റെ ചാനലിലൊന്ന് നിങ്ങൾ താഴെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും. അത് UPSC നെയിമിങ്ങിലെല്ലാം കുറച്ച് പ്രയാസപ്പെടുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കാണാം. ഞാൻ എത്ത് ആ റൂട്ട് നെയിം പ്ലസ് എയിന് എന്താണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വളരെ ബേസിക് തന്നെ തുടങ്ങുന്ന വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല തന്നെ. ഓക്കെ, നമുക്കിതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് A+ ലെവൽ ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ലെവൽ കൂടി ചെയ്യും. നമുക്കതിൽ നോക്കി നോക്കാം. ഹൂസ് ബോൺ ലൈൻ വന്നിട്ടുണ്ട്, നമ്മളത് വെച്ചിട്ട് ചെയ്യണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ കീറ്റോൺ ഗ്രൂപ്പ് വരുന്നുണ്ട്. കീറ്റോൺ ഗ്രൂപ്പിനായിരിക്കണം പ്രയോറിറ്റി. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങോട്ടേക്ക് എടുത്തത്. അതിലില്ല, അങ്ങനെ എടുക്കരുത്. അപ്പോൾ അത് ലോങ്ങസ്റ്റ് ചെയ്യാനാവില്ല, ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പോൾ എന്താ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇവിടെ എന്നിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൺസിഡർ ആണ്. 6th 7th. അപ്പോൾ ഇത് 7 ചെയിനാണ്. നിങ്ങൾ ഇവിടത്തെ വരെ എടുത്താൽ എന്ത് സംഭവിക്കും? ഇത് 5 ചെയിനായി മാറും. ഇത് എന്താണ് പക്ഷേ ഇങ്ങനെ പരിഗണിക്കുന്ന സമയത്ത് ഇത് 7 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്ത് ഗ്രൂപ്പായതപ്പോൾ അത് CH2 CH. അപ്പോൾ ഇതൊരു ഈഥൈൽ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഫോർത്ത് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഫിഫ്ത്ത് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈന് എന്ന് പറഞ്ഞിട്ട് എഴുതണം. പിന്നെ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഒരു കീറ്റോൺ ഉണ്ട്. നമുക്ക് ചെയ്യാമല്ലോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് 6th 7. അപ്പോൾ എന്താ അപ്പോൾ ഈഥൈലും മീഥൈൽ, അതായത് ഈഥൈലുണ്ട് മീഥൈലുണ്ട്. ഇതിലേതാ ഫസ്റ്റ് വരെ പ്രയോറിറ്റി ഓർഡർ നോക്ക്. ABCDEE. അപ്പോൾ എന്താ ഈ ഫസ്റ്റ് 3 ഈഥൈൽ. പിന്നെന്താ പിന്നെ ആയിരിക്കും 4 മീഥൈൽ. അപ്പോൾ 4 മീഥൈൽ. ഹെപ്റ്റൈൻ എഴുതാൻ പറ്റും, ഹെപ്റ്റൈൻ എഴുതാൻ പറ്റില്ല കാരണം അതവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഹെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുക. ഹെപ്റ്റീൻ എഴുതാൻ പറ്റില്ല കാരണം എന്താ ഫസ്റ്റ് പൊസിഷനിലായിരുന്നെങ്കിൽ നമ്മൾ ഹെപ്റ്റീൻ എഴുതി. ഇത് 5th പൊസിഷനിലുണ്ട് ഹെപ്റ്റ് -5 EN, അതായത് EN ആണ് നമ്മൾ ഡബിൾ ബോണ്ട് കാണിക്കുക. പിന്നെ എന്താ സെക്കൻഡ് പൊസിഷനിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കീറ്റോൺ ഗ്രൂപ്പിലുണ്ട് 2 ON.
ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 എന്നല്ല ഇതിന് ഓൺ എന്ന് വായിക്കുക. എന്താണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന കീറ്റോൺ കാണിക്കുക. 3 ഈതൈൽ 4 മീതൈൽ ഹെപ്റ്റ് 5 ഈൻ 2 ഓൺ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നെയിമിങ്ങിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ച് ലാഗായി പോകുന്നത്. സാറിലോട്ടെ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നില്ല, എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത എന്താണ്, ഇതൊരു സൈക്ലോ എന്താണ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതൊരു സൈക്ലോ ഹെക്സൈൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, കാരണം 6 മെമ്പറിലെ റിംഗ് ആണ്. അതിലൊരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഓബിയസ്ലി എനിക്ക് തോന്നുന്നു നൈട്രോ ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും പ്രയോറിറ്റി. അപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ അപ്പോൾ എന്താ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങോട്ടേക്ക് എടുത്തോട്ടെ, ഇങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെ പോകരുത്. കാരണം എന്താ, ഡബിൾ ബോണ്ട് ഒരു പ്രയോറിറ്റി ഉണ്ട്. പ്രയോറിറ്റി കുറവായിരിക്കും, പക്ഷേ എന്താ അതിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. റെസ്പെക്റ്റ് മറ്റുള്ള ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ തീരെ ഇല്ല എന്നല്ല, കുറച്ച് റെസ്പെക്റ്റ് ഇയാൾക്ക് ഉണ്ട്. അപ്പോൾ ഇയാളെ റെസ്പെക്റ്റ് ആണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഇതൊന്നും ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഫസ്റ്റ് എന്താണ്, ഓക്കെ എന്താണ്, മനസ്സിലായി. ഇത് ഈ നൈട്രോ ഗ്രൂപ്പിന് ആക്ച്വലി പ്രയോറിറ്റി ഇല്ല അല്ലേ, ഞാനത് ആക്ച്വലി തെറ്റിപ്പോയി. ഈ ഡബിൾ ബോണ്ടിനായിരിക്കണം ഈ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ എന്താ, ഇവിടുന്ന് ഡബിൾ ബോണ്ട് പ്രയോറിറ്റി ഫസ്റ്റ്, സെക്കൻഡ്. ഈ നൈട്രോ ഗ്രൂപ്പ് തേർഡ് പൊസിഷനിലാണ്. പിന്നെ ഇത് 4, 5 എന്നോട് പെട്ടെന്ന് മാറിപ്പോയത്. സോറി. എന്താണ് നൈട്രോ ഗ്രൂപ്പിന് എന്താണ് നമ്മളെ ഡബിൾ ബോണ്ടിനെക്കാളും പ്രയോറിറ്റി കുറഞ്ഞ ആൾ, അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് തേർഡ് പൊസിഷനിലെ നൈട്രോ, എന്നോട്ട് പോകുമ്പോൾ 3 നൈട്രോ. പിന്നെ എന്താ, ഇത് സൈക്ലോ കോമ്പൗണ്ട് ആണ്. അപ്പോൾ സൈക്ലോ എന്ന് എഴുതിയിട്ട്, കാരണം ഇങ്ങനത്തെ ക്ലോസ്ഡ് ചെയിനെല്ലാം വരുമ്പോൾ എന്താ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടി വരക്കുന്നത്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കുന്നത്, ഇതെല്ലാം എന്താ, ഇത് സൈക്ലോ ബ്യൂട്ടൈനാണ്, ഇത് സൈക്ലോ പ്രൊപ്പൈനാണ്. പിന്നെന്താ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് എന്താണ് സൈക്ലോ പെൻറ്റൈനാണ്. അപ്പോൾ 6 എന്താണ് ഹെക്സൈൻ പോലത്തെ റിങ് വരച്ച് കഴിഞ്ഞാൽ എന്താണ് സൈക്ലോ ഹെക്സ് ആണ്. അപ്പോൾ സൈക്ലോ ഹെക്സ്. പിന്നെന്താ ഇത് നിങ്ങൾക്ക് ഹെക്സി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ കുഴപ്പമില്ല, കാരണം എന്താ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ എന്താ, ഞാൻ വീണ്ടും പൊസിഷൻ സ്പെസിഫൈ ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ എന്താ ഈൻ, അപ്പോൾ എന്താ ENE, അപ്പോൾ സൈക്ലോ ഹെക്സീൻ, സൈക്ലോ ഹെക്സ് 1 ഈൻ. അപ്പോൾ എന്താ ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അപ്പോൾ 3 നൈട്രോ സൈക്ലോ ഹെക്സ് 1 ഈൻ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വിശേഷിപ്പിക്കണം. ഇങ്ങനത്തെ ഏതൊരു ക്വസ്റ്റ്യനായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, ക്രിസ്മസ് എക്സാമിന്. ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ ഗിവൺ കോമ്പൗണ്ട്, അതായത് നമ്മളെ ഇതിൽ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഇത് എന്തുകൊണ്ട് A+ ലെവൽ ക്വസ്റ്റ്യൻ ആവുന്ന നിലയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ കൂടി തന്നെ ബാക്കിയില്ല എനിക്ക്. അത് ഇന്ന് തന്നെ ഞാൻ പരിപാടി തീർക്കും. ഇന്ന് തന്നെ എനിക്ക് ഞാൻ നാളത്തേക്ക് നീട്ടുന്നില്ല. ഇന്ന് തന്നെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഫസ്റ്റ് പേപ്പർ ഞാൻ തീർക്കാൻ പോകണം. എന്തായാലും വൈകില്ല, അതങ്ങ് തീരട്ടെ. അപ്പോൾ എന്താ, ഇവിടെ ഒരു എന്തുണ്ട്, ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. കാരണം എന്താ, ഡബിൾ ബോണ്ട് 3 ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായി, ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇതൊരു എന്താണ് റെസനേറ്റിംഗ് ഇതൊരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്, ബെൻസീൻ റിംഗ് ആണ്. ഇവിടെ ഒരു CH ഉണ്ട്, OMe. ഈ ME എന്ന് പറയുന്നത് എന്താ, ദിസ് ഇസ് എ ഷോർട്ട് ഫോം ഓഫ് മീതൈൽ. നമ്മൾ പിന്നെ ET എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഈതൈൽ. അപ്പോൾ P എന്ന് പറയുന്നത് എന്തായിരിക്കും, P പ്രൊപ്പൈൽ അല്ല, PR എന്ന് പറയുന്നത് അപ്പോൾ പ്രൊപ്പൈൽ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. പിന്നെ BT എന്ന് പറയുന്നത് ബ്യൂട്ടൈൽ. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും. ഇതെല്ലാം എന്താണ് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്താൽ എപ്പോൾ നിങ്ങൾ വിചാരിക്കും OMe എന്ന് പറയുന്നത്, അപ്പോൾ അതെന്തോ വേറെന്തോ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അല്ല, മീതയിലാണ് സാധനം. അപ്പോൾ എന്താ, ഒരു ഓക്സിജനും ഇറ്റ് ഈസ് കണക്റ്റഡ് ടു CH3 ഗ്രൂപ്പ്. അപ്പോൾ എന്താ, ഇത് ആക്ച്വലി ഒരു ഈതർ ഗ്രൂപ്പ് പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ROR-. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത നമുക്ക് നോക്കാം. CH ഉണ്ട്, OMe ഉണ്ട്, ഇത് ഒരു ഈതർ പോലെ ആക്റ്റീവ്, ഒരു OH ഉണ്ട്. ഇതിൻ്റെ അപ്പോൾ എന്തായിരിക്കും, ഇത് നമുക്ക് മനസ്സിലായി ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. കാരണം C ഡബിൾ ബോണ്ട് വെച്ച് നമുക്ക് മനസ്സിലായി ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇത് എളുപ്പം, ഈസി ക്വസ്റ്റ്യൻ. OMe എന്ന് പറയുന്നത് എന്താ, വെറും ഈതർ അല്ല, ഫീനോളിക് ഈതർ. കാരണം എന്താ, ഇവിടെ ആക്ച്വലി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രയോറിറ്റി ഓർഡർ നോക്കണം. ഇതിൽ എന്താണ് ആൽക്കഹോൾ ഈസ് മോർ പ്രയോറിറ്റി ദെൻ ഏത് ആൽഡിഹൈഡ്. അതുകൊണ്ട് എന്താണ് ഫീനോളിലെ പേരല്ലായിരിക്കും. നമ്മളൊക്കെ അറിയാം, ഇങ്ങനൊരു ബെൻസീൻ റിങ് വരച്ചിട്ട് ഇനി മോൾ OH എഴുതുന്നതാണ് ഫീനോളിന് കോമൺ നെയിം എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. അപ്പോൾ ഇതിനാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫീനോളിൻ്റെ ടേംസിലാണ് എഴുതുന്നത്. അപ്പോൾ ഫീനോളിക് ഈതർ. ഇതിപ്പോൾ ആൽഡിഹൈഡിനായിരുന്നു പ്രയോറിറ്റി കൂടുതൽ, നമ്മളിങ്ങനെ എഴുതുക ആൽഡിഹൈഡിക് ഈതർ. എന്താണ്, കീറ്റോൺ ആണെങ്കിൽ കീറ്റോണിക് ഈതർ. പക്ഷേ എന്താ, ഇവിടെ ഫീനോൾ, അതായത് ഈ OHൻ്റെ പ്രയോറിറ്റിയിലുണ്ട് ഫീനോളിക് ഈതർ എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ എന്താ, ഈ OH വരുന്ന സമയത്ത് അപ്പോൾ എന്തായിരിക്കും, ഫീനോളിക് ഹൈഡ്രോക്സിൽ. കാരണം ഈ OHന് ആക്ച്വലി എന്താണ്, എൻ്റെ റിയൽ നെയിം IUPAC നെയിം പ്രകാരം തന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അപ്പോൾ എന്താ, ഫീനോളിക് ഹൈഡ്രോക്സിൽ. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് B പാർട്ട് നോക്കാം. ഇവിടെ ഒരു ബെൻസീൻ റിങ് NH2 ഉണ്ട്. പിന്നെന്താ, ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, ഒരു C ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് കീറ്റോൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ എന്തുണ്ട്, OCH2 NC2 എന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അതിൽ നോക്കി നോക്കാം. B പാർട്ട് ഇതെന്തായാലും ഇത് നിങ്ങൾക്ക് അറിയാലോ, ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇതെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുണ്ട് കോമൺ നെയിംസിൽ. എന്താ, ഇതിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരക്കുന്ന സാധനത്തിനാണ് നമ്മൾ അനിലേട്ടൻ അല്ലെങ്കിൽ അനിൽ എന്ന് പറയുന്നത്, അനിലിൻ. അപ്പോൾ ഇതെന്തായാലും ഒരു പ്രൈമറി അനിലാന്ന് മനസ്സിലായി. ദിസ് ഇസ് എ പ്രൈമറി അമിനോ. ഇതിന് എന്താണ്, അനിൽ എന്നല്ല പറയാം, പ്രൈമറി അമിനോ ഗ്രൂപ്പ്. ഈ NH2 ആക്ച്വലി എൻ്റെ IUPAC നെയിം പ്രകാരം എൻ്റെ റിയൽ നെയിം എന്ന് പറയുന്ന അമിനോ ആണ്. ഇതിന് നമ്മളുണ്ടാവരുടെ എന്താ പറയേണ്ടത്,
നമ്മുടെ സ്കൂളിൽ നമുക്ക് എന്തെങ്കിലും എന്ന് പറയേണ്ടത് ഇങ്ങനെ ഒരു ഇരട്ട പേരിലുണ്ടാവില്ല, അതുമാതിരി ഇതിൻ്റെ ഈ ഇരട്ട പേരാണ് ആൻലി എന്ന് പറയുന്നത്. ഇതിൻ്റെ റിയൽ നെയിം അതിൻ്റെ എന്ന് പറയേണ്ടത്, നമ്മളിപ്പോൾ ചില ആൾക്കാരെ കാണാരേട്ടന് മറ്റേ എന്താണ് പൊന്നുവേട്ടൻ എന്നെല്ലാം വിളിക്കും, പക്ഷേ എങ്കിൽ എന്താ അയാളുടെ റിയൽ നെയിം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ആ റിയൽ നെയിമാണ് ഈ പറഞ്ഞ അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്താ കാര്യം കാണുന്നുണ്ടല്ലോ, സി ഡബിൾ ബോണ്ടോ ഓ, ഓക്കെ ഇത് സാധനം എസ്റ്റർ ആണ്. ഏത് COO എന്താണ് അല്ലെങ്കിൽ ആർ ഡാഷ്, ഇതിനാണ് എസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു സി ഉണ്ട്, ഡബിൾ ബോണ്ടോ, പിന്നെ എന്താ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഓക്കെ, ഈ പറയുന്ന COO ഗ്രൂപ്പിനാണ് ആക്ച്വലി എസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ എന്താ ഇതിൻ്റെ ഒപ്പം ഒരു R ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ഉണ്ട്. അപ്പോൾ എന്താ ദിസ് ഈസ് ആക്ച്വലി എൻ എസ്റ്റർ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ വിട്ടു, ദിസ് ഈസ് എൻ എസ്റ്റർ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടുത്തെ വരയിൽ ഈ സാധനത്തിന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പരിഗണിക്കാം. അതാണ് ഇപ്പോൾ കാരണം എന്താ COO R ഡാഷ്, ഈ R ഡാഷ് ആയിട്ട് CH2 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇതൊരു എന്താണ് എസ്റ്റർ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അടുത്തത് NCH2, അതായത് C2H5 എന്ന് പറയുന്നത് CH2CH3, അതായത് ഈതൈൽ ഗ്രൂപ്പിനാണ് ഈ C2H5 കൊണ്ട് ഷോർട്ടായിട്ട് പറയുന്നത് CH2CH3. NCH2CH2 അതായത് NC2H5 എന്നാ പറഞ്ഞിരുന്നത് NC2H5 പിന്നെ ഒരു C2H5. ഇത് ആക്ച്വലി അമിനോ ഗ്രൂപ്പ് തന്നെ, പക്ഷേ എന്താ ടെർഷ്യറി അമിനോ, ഇത് പ്രൈമറി അമിനോ, ഇതെന്താ ടെർഷ്യറി അമിനോ. കാരണം നൈട്രജൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ആയിട്ടില്ല. നമ്മൾ NH2 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എന്താണ് കാണുന്നുണ്ടാവില്ല അല്ലേ, NH2 2 ഹൈഡ്രജൻ ഉണ്ട്, അത് പ്രൈമറി. NH ആകുമ്പോൾ ഈ ഹൈഡ്രജൻ എണ്ണം കുറയുമ്പോഴാണ് സാധനം മാറുന്നത് സെക്കൻഡറി. വെറും N ആണെങ്കിൽ ടെർഷ്യറി. അങ്ങനെ അറിയിട്ട് നമ്മൾ പൊതുവെ എവിടെ എഴുതുക, നമ്മളെ അമിനോൻ്റെ കേസിൽ എഴുതുക. അതായത് നൈട്രിൻ ഗ്രൂപ്പ്, നൈട്രിൻ അല്ല, നമ്മൾ NH2ൻ്റെ ആക്ച്വലി അത് അമീനാണ്, സോറി അമീൻ തന്നെ പറയാം. നിങ്ങൾ ആക്ച്വലി അതായത് +2 നിങ്ങളത് അമീനെ പറ്റി പഠിക്കുമ്പോൾ ഇത് സാധനം പിന്നെ പഠിക്കും, ഇതിൻ്റെ നെയിമിംഗ് അല്ലോ. അപ്പോൾ അതിലാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഇതെന്ത് മനസ്സിലായി, ഇതൊരു ടെർഷ്യറി അമീനോ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത C പാർട്ട്, ഇതൊക്കെ നല്ല ടഫിലെ ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബെൻസീന് CH ഡബിൾ ബോണ്ട് CHNO2, ഇവിടെ നൈട്രോ ഗ്രൂപ്പാന്ന് തോന്നുന്നുണ്ട്, നമുക്കെല്ലാം നോക്കി നോക്കാം. ഇതാ ഇത്തിനൈലിക് ഡബിൾ ബോണ്ട്, അതായത് CH ഡബിൾ ബോണ്ട് CH, ഇതിപ്പോൾ എന്താണ് ഒരു ഈതൈൽ ഗ്രൂപ്പാണ്. ഈതൈൽ ഗ്രൂപ്പ് എന്തുണ്ട്, ഇത്തിനൈലിക് ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടിലുണ്ട് ഇത്തിലൈനിക് ഡബിൾ ബോണ്ട്, ഇതിനെ പറയാം. അതേപോലെ എന്തുണ്ട് NO2, ഈ NO2 ആക്ച്വലി നൈട്രോ എന്നല്ല നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ A+ ലെവൽ ക്വസ്റ്റനിൽ അതല്ലേ കണ്ടത്, നൈട്രോ ഗ്രൂപ്പ്. അത്രയും സിമ്പിൾ. NO2 എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പ്, N ഡബിൾ ബോണ്ടോ O-, ദിസ് ഇസ് നൈട്രോ ഗ്രൂപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് ഈ ക്വസ്റ്റൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ഇത്ര ക്വസ്റ്റൻസ് നിർബന്ധമായിട്ടും ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക. ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് മറ്റേ നമ്മളെ ഒരു ജെൽദാൽസ് മെത്തേഡ്, ഡൂമാസ് മെത്തേഡ് എന്നെല്ലാം പറയുന്നത് എൻ്റെ ന്യൂമറിക്കൽസ് ആണ്. അത് ഞാൻ എന്തായാലും തന്നെ ഞാൻ തീർക്കും, ഞാൻ നാളത്തേക്കൊന്നും നീട്ടി വെക്കുന്നില്ല. നാളെ നമുക്ക് എന്ത് ചെയ്യുക, ഹൈഡ്രോ കാർബൺസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് പാർട്ട്.